നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കടലിൽ നിന്ന് കേരളം പൊക്കിയെടുക്കുന്നു. കേരളത്തിന്റെ ഭൂപടം നെഞ്ചത്ത് ചേർത്ത് പിടിക്കുന്നു. വെള്ളത്തിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തുന്നു. 2018-ലും 2019-ലും പ്രളയം വന്നപ്പോൾ കപ്പിത്താന്റെ ഈ വക ഫ്ലെക്സ് വെച്ച് കേരളത്തിന്റെ രക്ഷകൻ എന്ന് വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതി കമ്മികളുടെ ആറാട്ടായിരുന്നു. റൂം ഫോർ ദി റിവർ, നെതർലൻഡ് മോഡൽ, ഇനി കേരളം പ്രളയത്തിൽ മുങ്ങില്ല, പിണറായി മാതൃക, എന്തൊക്കെയായിരുന്നു ആട്ടവും പാട്ടും. എന്നിട്ട് എവിടെ ഈ നെതർലൻഡ്സ് മോഡൽ? എവിടെ പോയി? ദേ കിടക്കുന്നു വെള്ളത്തിൽ. പിണറായി കപ്പിത്താനും അന്തം കമ്മികളും കൂടി ഈ കയറിയ വെള്ളമെല്ലാം കൂടി കുടിച്ചു പറ്റിക്ക്. അല്ലെങ്കിൽ റൂം ഫോർ ദി റിവറിൽ വഹിച്ച 307 കോടി തിരിച്ച് ഖജനാവിലേക്ക് കൊടുക്ക്. വന്നല്ലോ കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറയാനെന്ന് പറയുന്നവരോട് കുറ്റം പറച്ചിലോ UDF സർക്കാരിനെ താങ്ങി വന്നതോ ഒന്നുമല്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പിടിപ്പുകേട് തുറന്നു പറയുന്നതാണ്. വീണ്ടും കഴുത്തറ്റം വെള്ളത്തിൽ ജനം കിടക്കുമ്പോൾ ഇനി ഒരു പ്രളയം ഉണ്ടാകില്ല, ഉണ്ടായാലും ജനം വെള്ളത്തിൽ കിടക്കില്ല എന്ന് ഡയലോഗ് അടിച്ചവരോട് ചോദിക്കാനുള്ളത് ചോദിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. 307 കോടി കൊണ്ട് തൊലച്ചിട്ട് അതെന്തിനായിരുന്നു എന്ന് ചോദിക്കണ്ടേ? അതിന് ഉത്തരം പറയേണ്ടത് പിണറായി വിജയനാണ്. എന്താ സഖാവേ നെതർലൻഡ്സ് മോഡൽ കേരളത്തിൽ വർക്കൗട്ട് ആകാത്തത്? കേരളം എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നതെന്ന് പിണറായി പറഞ്ഞില്ലേ? ചുറ്റും ഒന്ന് നോക്കിയാൽ മതി, ആ മാറ്റം കാണാം. 2018-ൽ കേരളം പ്രളയത്തിൽ മുങ്ങിയ സമയം അതൊരു പാഠമായിരുന്നു. മുൻകരുതൽ എടുക്കണം എന്ന പാഠം. ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ സ്വീകരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. കഴുത്തറ്റം വെള്ളം വന്നിട്ടും പിന്നീട് അത് ഉണ്ടാകാതിരിക്കാൻ സർക്കാരുകളും വകുപ്പ് അധികൃതരും എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? എങ്ങനെ പ്രളയം ഉണ്ടാകാതിരിക്കാം എന്ന് പഠിക്കാനായി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2019 മെയ് 8 മുതൽ 12 വരെയാണ് നെതർലൻഡ്സ് സന്ദർശിച്ചത്. കുടുംബത്തോടെ ഭാര്യയെയും കൊച്ചുമോനെയും ഒക്കെ കൊണ്ടുപോയായിരുന്നു. 2021-ൽ കൂടുതൽ സീറ്റോടെ സർക്കാരിനെ ജനം തുടർഭരണം സമ്മാനിച്ചപ്പോഴും എവിടെയായിരുന്നു നെതർലൻഡ്സ് മോഡൽ പ്രവർത്തനം? നമ്മൾ കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എവിടെയാണ് ഈ പദ്ധതി പാളിപ്പോയത്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി 2024-25 കാലയളവിൽ സർക്കാർ ചെലവാക്കിയത് ആകെ 307.895 കോടി രൂപയാണ്. എന്നിട്ടും പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? പദ്ധതി നടപ്പിലായില്ലെങ്കിലും ജലാശയങ്ങളിലെ 1 കോടി ക്യൂബിക് മീറ്ററിലധികം ചെളിയും എക്കലും നീക്കം ചെയ്യാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാധിച്ചെന്ന് ന്യായീകരിച്ച് മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്ത് വന്നിരുന്നു. മുൻ മന്ത്രിയെ അടിച്ചോടിക്കുകയാണ് എല്ലാവരും കൂടി ചെയ്തത്. നെതർലൻഡ്സിൽ പോയി അവിടുത്തെ ഏറ്റവും ഫലപ്രദമായ ഒരു പദ്ധതി പഠിച്ച് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് എന്താണ് സംഭവിച്ചത്? ഈ റൂം ഫോർ ദി റിവറിനെ കുറിച്ചൊക്കെ പിന്നീട് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ, അതായത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് എന്നൊക്കെയുള്ള ധാർഷ്ട്യമായിരുന്നു. കാരണം തുക മുഴുവൻ വെള്ളത്തിൽ കളഞ്ഞു. അതാണ് സംഭവിച്ചത്. ഇവിടെ അതിന്റെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ ചോദ്യം നിരന്തരം ഉയരുമ്പോൾ പിണറായിക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? എന്തായാലും വെള്ളത്തിൽ പോയി, ഇനി അത് ചോദിച്ചിട്ട് എന്താണ് എന്നുള്ള ഒരു മനോഭാവമായിരുന്നു പിണറായിക്ക്. പക്ഷെ അത് സമ്മതിച്ചു തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പദ്ധതി അട്ടർ വേസ്റ്റ് ആയിരുന്നു എന്ന്. എന്തായിരുന്നു ശരിക്കും ഈ നെതർലൻഡ്സ് മോഡൽ? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. 1993-ലും 1995-ലും തുടർച്ചയായി ഉണ്ടായ മഹാപ്രളയമാണ് നെതർലൻഡ്സിനെ റൂം ഫോർ ദി റിവറിലേക്ക് എത്തിച്ചത്. ഡെൽറ്റ നദിക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്ന് മാത്രം 2 ലക്ഷത്തിലധികം പേരെ ഒഴിവാക്കേണ്ടി വന്നതോടെയാണ് ഈ പരിഹാരത്തെക്കുറിച്ച് ആലോചിച്ചത്. ഓരോ വെള്ളപ്പൊക്കത്തിനും അടിഞ്ഞുകൂടുന്ന എക്കൽ നദിയുടെ ആഴം കുറയ്ക്കുകയും വെള്ളം പൂർണ്ണമായും സംഭരിക്കാൻ കഴിയാതെ വരുന്നതുമാണ് നിരന്തര പ്രളയത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയ സർക്കാർ ക്രമേണ ഈ പദ്ധതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. 2006-ലാണ് നെതർലൻഡ്സിൽ ഈ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങിയത്. 2015-ഓടെ പൂർത്തീകരിച്ചു. ഇതിനായി നെതർലൻഡ്സ് സർക്കാർ വകയിരുത്തിയത് 2.2 ബില്യൺ യൂറോയായിരുന്നു. ഈ പദ്ധതിയാണ് ഇവിടെ കൊണ്ട് പരീക്ഷിക്കാൻ പിണറായി തീരുമാനിച്ചത്. എന്നാൽ നെതർലൻഡ്സും കേരളവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്നുള്ളതും ഒന്ന് ഓർക്കണം. കാരണം അവിടുത്തെ സർക്കാർ, ഈ നെതർലൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു രാജ്യം, അവർ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രകൃതിക്ക് ദുരന്തമുണ്ടാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ഇവിടെ അതാണോ? ഇവിടെ ക്വാറികൾ ഇടിച്ചു നിരത്തുന്നു, മല തുരന്നെടുക്കുന്നു, അതുകൂടാതെ നദികളിൽ നിന്നും അതുപോലെ തന്നെ പുഴകളിൽ നിന്നും ഒക്കെ മണൽ വാരിക്കൊണ്ട് കടത്ത് നടത്തുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇവിടെ കൊണ്ടുവന്ന് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ എങ്ങനെയിരിക്കും?
ഫലപ്രദമാകും എന്ന് സർക്കാർ പറഞ്ഞിടത്താണ് 8 നിലയിൽ പൊട്ടിയത് നമ്മൾ കണ്ടത്. സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശമാണ് നെതർലൻഡ്സ്. പ്രളയ സമാന സാഹചര്യത്തെ നിരന്തരം അഭിമുഖീകരിക്കുകയും വിദഗ്ധമായ മുന്നൊരുക്കത്തിലൂടെ അതിജീവിക്കുകയും ചെയ്ത ഈ മാതൃക നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായിട്ടായിരുന്നു പിണറായി വിജയൻ നെതർലൻഡ്സ് സന്ദർശിച്ചത്. പിന്നാലെ 2 ഡച്ച് വിദഗ്ധർ കേരളം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. 2019 ഡച്ച് സർക്കാരിന്റെ ഔദ്യോഗിക ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സംഘത്തെ കേരളത്തിലേക്ക് അയക്കുകയും കുട്ടനാടിനെ കുറിച്ച് വിശദമായ പഠനം നടത്തുകയും റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. നെതർലൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ ശേഷം വാർത്താ സമ്മേളനം നടത്തി ആദ്യം പിണറായി വിജയൻ തള്ളിമറിച്ചത് ഡച്ച് മാതൃകയിലുള്ള റൂം ഫോർ ദി റിവർ പ്രോജക്റ്റ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നായിരുന്നു. ഈ പദ്ധതി നടപ്പിലായാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് കുട്ടനാടിനാണ്. പദ്ധതി നടപ്പിലാക്കാനുള്ള മീറ്റിംഗും ബാക്കി നടപടികളും പിന്നാലെ സ്വീകരിക്കുന്നതാണെന്നും പിണറായി അന്ന് പറഞ്ഞത്. അതിനുശേഷവും കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരികയും പിണറായി വിജയൻ 2ാമത് മുഖ്യമന്ത്രിയാകുകയും ചെയ്തുവെങ്കിലും പദ്ധതി നടപ്പിലായില്ല. പമ്പ, കുട്ടനാട്, വേമ്പനാട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപനം പിന്നീട് ഇന്ന് വരെയും എവിടെയും നടന്നിട്ടില്ല. അത് ചുവപ്പ് നാടയിൽ ഇങ്ങനെ കിടക്കുകയാണ്. വെറും പ്രഖ്യാപനം മാത്രമായിരുന്നു. അതിന്റെ പേരിൽ കുറെ പഠനം നടത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും എല്ലാത്തിനും കൂടി കോടികൾ ചെലവായത് മിച്ചം. ക്രൈസിസ് മാനേജറായാണ് കേരളം പിണറായി വിജയനെ ദുരന്ത മുഖങ്ങളിൽ വിശേഷിപ്പിച്ചത്. കോവിഡിലും നിപ്പയിലും പ്രളയത്തിലും നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഒരു നാടിനെ കൊണ്ട് അങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം. നെതർലൻഡ്സ് മോഡൽ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം നിത്യേന വെള്ളവുമായുള്ള മൽപ്പിടുത്തത്തിന് ഒരാശ്വാസം അവർക്ക് വേണമായിരുന്നു. അതിന് സർക്കാർ മുൻകൈ എടുക്കും എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും നിരാശരാക്കി എന്നല്ല, പറ്റിച്ചു, അങ്ങനെ വേണം പറയാൻ. പറ്റിച്ചുകൊണ്ട് പിന്നീട് വന്ന ഒരു ബജറ്റിൽ പോലും സർക്കാർ പണം വകയിരുത്തിയില്ല. പക്ഷേ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ വിവിധ പഠനങ്ങൾക്കായി ആകെ 307.895 കോടി രൂപ ചെലവാക്കിയതായി 2024-25 കാലയളവിൽ സർക്കാർ പുറത്തിറക്കിയ ജലവിഭവ വകുപ്പിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേരളവും നെതർലൻഡ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു പദ്ധതി കേരളത്തിന് അസാധ്യമാണെന്ന് അന്ന് പലരും, വിദഗ്ധർ ഉൾപ്പെടെ, വ്യക്തമാക്കിയതാണ്. നദികളാണ് ഇരുവരെയും ചേർത്ത് നിർത്തുന്ന സമാനതയെങ്കിൽ അതിലും വൈരുദ്ധ്യങ്ങളേറെയാണ്. നെതർലൻഡ്സ് പോലൊരു രാജ്യത്ത് ഏകദേശം 9 വർഷങ്ങളാണ് പദ്ധതി നടപ്പിലാക്കാനായി എടുത്ത സമയം. കേരളം പോലൊരു സംസ്ഥാനത്ത് 10 വർഷമെടുത്താലും പദ്ധതി നടപ്പിലാകില്ലെന്നും ഭീമമായ ചെലവ് താങ്ങാനാകില്ല എന്നും മനസ്സിലാക്കിയതോടെയാണ് സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് യൂട്ടേൺ അടിച്ചത്. ഏതെങ്കിലും വികസിത രാജ്യത്ത് പോയപ്പോൾ കണ്ട ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ CP റോയി അന്ന് പ്രതികരിച്ചിരുന്നു. നല്ല കുടിവെള്ളം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, പിന്നെയാണോ റൂം ഫോർ ദി റിവർ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇതുപോലെ ഒത്തിരി പദ്ധതികൾ വിവിധ രാജ്യങ്ങളിലായി നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് പറ്റില്ല. വനങ്ങൾക്ക് അതിർത്തി നിർണയിച്ച് കെട്ടിത്തിരിക്കുന്നത് പോലെ നദികൾക്കും അതിർത്തി തിരിക്കൽ നടക്കില്ല. അല്ലാതെ എവിടെയെങ്കിലും കണ്ടതും കേട്ടതുമല്ല കേരളത്തിൽ നടപ്പാക്കേണ്ടതെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ മാതൃകകൾ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ള മേനി നടിക്കുന്നതിന് വേണ്ടി ഓരോരോ പദ്ധതിക്ക് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്ന പിണറായി സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതൊന്നും ഇവിടെ ഇംപ്ലിമെന്റ് ആകില്ല എന്ന് തലയിൽ ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെ ഓരോ പഠനത്തിന് വേണ്ടി കോടികൾ പൊട്ടിച്ചു കളഞ്ഞത്. അതായത് കേരളത്തെ അങ്ങ് യൂറോപ്യൻ മോഡലിലാക്കും, വിദേശ രാജ്യത്തിന്റെ മോഡലിലാക്കും എന്നായിരുന്നല്ലോ പിണറായി കയറിയപ്പോൾ മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. കേരളം മികച്ച രീതിയിലാണ് പോകുന്നത്. നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ വെള്ളപ്പൊക്കവും മഴ കനക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും ഒക്കെയാണ്. ഇതിനെ തരണം ചെയ്യാൻ നമ്മുടെ രീതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള മാതൃകകളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ വിദേശത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്കത് ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. 2024 ഫെബ്രുവരി 2 മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിന്റെ വായിൽ നിന്ന് തന്നെ വന്നു പദ്ധതി പാളിയെന്ന്. പദ്ധതി ഇപ്പോഴും സാധ്യതാ പഠനത്തിലാണ്. മറ്റ് നടപടികളിലേക്കോ ധനസമാഹരണത്തിനായുള്ള ഘട്ടത്തിലേക്കോ കടന്നിട്ടില്ല. മദ്രാസ് IIT കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നടത്തുന്ന പഠനം പുരോഗമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മറുപടി റോഷി അഗസ്റ്റിന്റെ വായിൽ നിന്ന് വന്നതോടെയാണ് പദ്ധതി കേരളത്തിൽ നടപ്പിലാകില്ലെന്നും ഖജനാവിൽ നിന്ന് പണം സമാഹരിച്ചുള്ള യാത്ര
വെറുതെ ആയിരുന്നുവെന്നും വ്യക്തമാകുന്നത്. റൂം ഫോർ ദി റിവർ പോലെ കോടികൾ കൊണ്ട് വെള്ളത്തിൽ തള്ളിയ മറ്റൊന്ന് വെള്ളം കയറാത്ത ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡെന്ന പിണറായി കാലത്തെ മറ്റൊരു PR തള്ളായിരുന്നു. എന്നാൽ അതിന് മുകളിൽ കൂടി വെള്ളം കയറി റോഡ് ഏതാ തോടേതാ എന്നറിയാത്ത അവസ്ഥയാണ് ഉള്ളത്. ഈ മഴക്കാലത്തും ആലപ്പുഴക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തവും ഇതുതന്നെയാണ്. ആദ്യം കിടങ്ങറ പാലത്തിന് കിഴക്ക് പൂവം ഭാഗത്ത് വെള്ളം കയറി. കഴിഞ്ഞ ദിവസം മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിലും വെള്ളം കയറി. ഇവിടുത്തെ ഈ വെള്ളത്തിലൂടെ ഇപ്പോൾ ബോട്ട് മാത്രമല്ല കപ്പലും ഓടിക്കാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉയർത്തി നിർമ്മിച്ച ശേഷം മുൻപും AC റോഡിൽ ചില ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പൂവത്ത് 1 കിലോമീറ്ററോളം ഭാഗത്തെ വെള്ളം അല്പം ഒഴുകി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നുണ്ട്. മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ദുരിതം തീർന്നെന്ന് കരുതാനാകില്ല. കഴിഞ്ഞ വർഷവും ഇവിടെ വെള്ളം കയറിയിരുന്നു. റോഡ് പുനർനിർമ്മിക്കുമ്പോൾ ഇവിടെ മേൽപ്പാലം വരുമെന്ന് അധികൃതർ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ടോ അത് ഒഴിവാക്കി. ഇവിടെ റോഡിന് വേണ്ടത്ര ഉയരമില്ലെന്ന് നാട്ടുകാർക്കും പരാതിയുണ്ട്. കിടങ്ങറ ഈസ്റ്റ് പാലത്തിന്റെ ഭാഗത്ത് നിന്ന് AC കനാലിലൂടെ കിഴക്കോട്ട് തിരിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ തള്ളൽ മൂലമാണ് ഇവിടെ റോഡ് വെള്ളത്തിലാകുന്നത്. പൂവം ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ മറ്റു മാർഗങ്ങളുമില്ല. മൂലപ്പൊങ്ങമ്പ്ര പാടശേഖരത്തിലെ മടവീഴ്ച മൂലമാണ് മങ്കൊമ്പ് ഒന്നാംകര മേൽപ്പാലത്തിനും മങ്കൊമ്പ് മേൽപ്പാലത്തിനും ഇടയിലെ ബ്ലോക്ക് ജംഗ്ഷനിൽ വെള്ളം കയറിയത്. ഇതുവഴി വലിയ വാഹനങ്ങൾ മാത്രം പോകുന്നുണ്ട്. മട വീണ് കൃഷിയും നശിച്ചിട്ടുണ്ട്. മട കുത്താൻ ഏറെ സമയം വേണ്ടിവരും. ഏതാനും വർഷം മുൻപ് റോഡ് നവീകരണത്തിന് മുൻപ് ഇവിടെ മടവീഴ്ച കാരണം വെള്ളം കയറി 1 മാസത്തോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇവിടെയും മേൽപ്പാലം നിർമ്മിക്കാൻ ആലോചിച്ചെങ്കിലും നടപ്പായില്ല. 3 വർഷം മുൻപ് പുനർനിർമ്മാണം പൂർത്തിയായ കോട്ടയം ജില്ലയിലെ പാറയ്ക്കൽ ഭാഗത്ത് വെള്ളം കയറിയിരുന്നു. റോഡ് നിർമ്മാണത്തിനായി അടച്ച കലങ്കുകൾ തുറക്കാൻ വൈകിയതാണ് വെള്ളം കയറാൻ കാരണമെന്നായിരുന്നു അധികൃതരുടെ വിലയിരുത്തൽ. എന്നാൽ അത്തരം പ്രശ്നങ്ങളില്ലാത്ത ഭാഗങ്ങളിലും അതിനുശേഷം വെള്ളം കയറിയിരുന്നു. അതേസമയം മഴക്കാലത്ത് സ്ഥിരമായി വെള്ളം കയറുന്ന പല ഭാഗങ്ങളിലും റോഡ് ഉയർത്തിയതോടെ വെള്ളക്കെട്ട് ഒഴിവായിട്ടുമുണ്ട്. 24 കിലോമീറ്റർ നീളമുള്ള AC റോഡിന്റെ പുനർനിർമ്മാണത്തിനും തുടർന്നുള്ള നിശ്ചിത കാലത്തെ പരിപാലനത്തിനുമായി 671.66 കോടി രൂപയാണ് ചെലവിട്ടത്. എന്നിട്ടായിരുന്നു മുഖ്യമന്ത്രി വെള്ളം കയറാത്ത ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡെന്ന് തള്ളിമറിച്ചത്. 2020 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മാണ കരാർ നേടിയത്. അസർബൈജാൻ കമ്പനിയുമായി ചേർന്നായിരുന്നു നിർമ്മാണം നടത്തിയത്. ഇങ്ങനെ ഇവർ മാതൃകയായിട്ട് ഉയർത്തി കാണിച്ച എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതായത് പിണറായിയുടെ പല മാതൃകകളും വെള്ളത്തിൽ മുങ്ങിയെന്ന്. ഇത് VD സതീശൻ സർക്കാരിനെ തള്ളിമറിക്കാൻ വേണ്ടി ചെയ്ത ഒരു വാർത്തയല്ല. ഖജനാവിൽ നിന്ന് കോടികളാണ് ഇങ്ങനെ ഓരോ നിർമ്മാണത്തിന് വേണ്ടി പൊടിച്ചത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്നാണ് ഈ മഴക്കാലത്ത് ജനം ദുരിതത്തിൽ കിടക്കുമ്പോൾ ചോദിക്കുന്നത്. ചോദിക്കാതെ നിവർത്തിയില്ല. 671 കോടിയും 370 കോടിയും ഒക്കെയാണ് ഇങ്ങനെ പൊടിച്ചു കളഞ്ഞത്. എന്നിട്ട് ഓരോ തള്ളുമാണ്. അതാണ് സഹിക്കാൻ കഴിയാത്തത്. അങ്ങ് PR ആണ്. കേരളത്തിന്റെ ദൈവം പിണറായി വിജയൻ, എല്ലാ മാതൃകയും പിണറായി വിജയന്റേത്. ഇനി വെള്ളത്തിൽ പോകില്ല, ഇനി വെള്ളത്തിൽ കിടക്കില്ല, ഇനി വെള്ളത്തിൽ മുങ്ങില്ല, എന്തൊക്കെയായിരുന്നു PR തള്ള്. ഇങ്ങനെ PR തള്ളിന് വേണ്ടി 10 വർഷക്കാലം കോടികളാണ് മുടക്കിയത്. നിങ്ങൾ ഒരു നിർമ്മാണം നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വേണം നടപ്പിലാക്കാൻ. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും നമ്മുടെ പ്രകൃതിക്കും അനുയോജ്യമാകുന്ന രീതിയിൽ പഠനം നടത്തിയിട്ട് വേണം ഒരു പദ്ധതി നടപ്പിലാക്കാൻ. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നില്ല, പ്രകൃതിക്ക് കോട്ടം തട്ടുന്നില്ല എന്നുകൂടി ഉറപ്പുവരുത്തണം. ആ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ പ്രകൃതി ക്ഷോഭിക്കുമ്പോൾ അതിന്റെ പരിണിത ഫലം ജനം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് 2018 മുതൽ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വയനാടുണ്ടായ ദുരന്തം അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ദുരന്തമൊന്നുമല്ല. ആ ഭൂമിക്ക് ആഘാതം അത്രത്തോളം ഏറ്റിട്ടുണ്ട്. വയനാട് അനധികൃതമായ റിസോർട്ടുകൾ, അനധികൃതമായ ഹോം സ്റ്റേകൾ തുടങ്ങി എത്രയെത്ര അനധികൃത നിർമ്മാണങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഖനനം നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ടിട്ടുള്ള, കോടതി പോലും ഉത്തരവിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പാറമടയിൽ ഖനനം നടക്കുന്നുണ്ട്, മലകളിൽ ഖനനം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഭൂമിയെ വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി എന്തെങ്കിലും മാതൃക കണ്ടാൽ ഉടനെ അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. കേരളം അങ്ങ് യൂറോപ്പാക്കും എന്നാണ് തള്ളിമറിക്കുന്നത്.
മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് കേരളം ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയാണ് തുടരുന്നത്. 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 2 ദിവസം കൂടി സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ ശക്തമായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിലൊക്കെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം 8-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് മുന്നറിയിപ്പ്. ദയവ് ചെയ്ത് മുന്നറിയിപ്പുകൾ അതേപോലെ പാലിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.